എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല. എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊക്കെ വന്നു, എന്തുകൊണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചു, ആ തകർച്ച, നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി, ആ ടെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടെസ്റ്റ് മണിയാക്കി, ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റി. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല. എന്തിനു വേണ്ടി എന്നുള്ളതിന് ഉത്തരമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും രോഗങ്ങളും നിരാശകളും ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോകുന്ന ഒരു വാക്കാണ് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു, എന്തുകൊണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും ആ ചോദ്യത്തിന് വ്യക്തിപരമായും നമുക്ക് ഉത്തരം കിട്ടാറില്ല. നമ്മൾ ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ അവർക്കും അതിനൊരു മറുപടി പറയാൻ കഴിയാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനൊരു സംഭവം ബൈബിളിൽ കാണുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. സംഭവം ഇതാണ്: യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു, കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ. ഉടനെ ശിഷ്യന്മാർ, കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ആണോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശുക്രിസ്തു അതിന് പറഞ്ഞ മറുപടി, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തതുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. അപ്പൊ എന്താണ് ഇവൻ ഇങ്ങനെ കുരുടനാകാനുള്ളതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇവൻ കുരുടനായി? ഇവന്റെ അമ്മയുടെ കുറവാണോ, അപ്പന്റെ കുറവാണോ, ആരെങ്കിലും പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടാണോ, എന്തെങ്കിലും ശാപമാണോ, ബന്ധനമാണോ? എന്താണ് ഇവൻ കുരുടനായതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഇവൻ കുരുടനായത്? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുക്രിസ്തു മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി ഇവൻ കുരുടനായി. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തതുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാനത്രേ ഇവൻ കുരുടനായത്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിധിയെയും പഴിച്ച് സാഹചര്യങ്ങളെയും പഴിച്ചാരി നിരാശപ്പെട്ടിരിക്കാതെ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായ ഈ വിഷയത്തിൻ്റെ പിറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ദൈവപ്രവൃത്തി അതിന്മേലുണ്ടാകും എന്നൊരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പറയുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ പ്രതിസന്ധി, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ പ്രശ്നം വന്നു, എന്തുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥിക്കുന്ന ഇത്രയും നല്ലൊരു മനുഷ്യനായ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ആ ചിന്തയും ചോദ്യങ്ങളുമൊക്കെ നമ്മളെ ഒത്തിരി നിരാശപ്പെടുത്താറുണ്ട്. പക്ഷേ അതിന് ഉത്തരം കിട്ടാറില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തിനു വേണ്ടി അത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ആ രോഗം നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കും. ആ തകർച്ച, നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി, ആ ടെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടെസ്റ്റ് മണിയാക്കി, ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ നിരാശയും നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും കഷ്ടതകളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളുടെ ചവിട്ടുപടിയാക്കി ദൈവം തീർത്തിരിക്കും. ആ ഒരു പൂർണ്ണമായ വിശ്വാസവും ഉറപ്പും നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഇവനെങ്കിലും ഇവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തതുകൊണ്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ.